ഹായ്, നമ്മൾ ഇന്നത്തെ പരിപാടി 4 വ്യത്യസ്തമായ ഫംഗ്ഷനിലേക്ക് ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ 4 പേരാണ് ആദ്യമായി ഈ യാത്രയിൽ തുടക്കം കുറിക്കുന്നത്. പോകെ പോകെ കുറേ ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നതാണ്. ഹായ്, നമ്മളിതാ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. നന്ദുവിൻ്റെ വീട്ടിലേക്കുള്ള യാത്രയാണ്. ഇപ്പോൾ കാറിൽ നമ്മൾ 4 പേരാണുള്ളത്. ഞാൻ, ജോഷ്, നിർബൻ ആൻഡ് ദെൻ സ്വാതി. വെയിറ്റിംഗ് ഫോർ അനന്തു ഗോപൻ ആൻഡ് അഭിജിത്ത്. വഴിയിൽ വെച്ച് അനന്തു ഗോപനും അഭിജിത്തും കൂടെ ഞങ്ങളുടെ വണ്ടിയിലേക്ക് കടന്നു. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ നിന്ന് പോവുകയാണ് മുന്നോട്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പരിപാടിക്ക് നമ്മൾ തിരികെയാണ്. നന്ദുവിൻ്റെ വീട്ടിലാണ് തിരിക്കുന്നത്. നന്ദുവിൻ്റെ അച്ചാച്ചൻ്റെ ആണ്ടാണ്. അതിനായി ഞങ്ങളെല്ലാവരും ഇതാ വീടിന് വെളിയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ നന്ദുവിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങളിതാ ഫുഡിനായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. ഞങ്ങളുടെ ആദ്യ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ കാണാറുണ്ടോ? കാണാറുണ്ട്. അതെന്താ കാണാത്തെ? അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ നിങ്ങൾ അപ്പോൾ ബാക്കിയുള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഞങ്ങളിതാ ആദ്യത്തെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പോവുകയാണ്. നിർഭരൊക്കെ എങ്ങനെയുണ്ടാ ഫുഡ്? സൂപ്പർ ഫുഡായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. ഞാൻ എനിക്ക് വയറ് ഫുള്ളായിരുന്നില്ല. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എന്തോ അടുത്തടുത്തോട് പോണ്ടേ? അടുത്തടുത്തോട് പോണ്ടേ? പോകണം. അങ്ങനെ ആദ്യ ഫംഗ്ഷൻ കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പൊ നിർഭനെ പറഞ്ഞിട്ട് ഇത് നമ്മൾ രണ്ടാമത്തെ യാത്രയിലേക്ക് പോവുകയാണ്. പാലുകാച്ചിന് പോവുകയാണ്. അനന്തഗോപൻ നാണം നോക്കിയാണ്. തൊപ്പിയൊക്കെ ഇട്ട് അതായത് അൽസാമിന്റെ തൊപ്പിയിലടാ, അതൊക്കെ അടിച്ചടിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അഫ്ഷാനയുടെ വീട്ടിലേക്കാണ് നമ്മുടെ യാത്ര. ഇപ്പൊ 4 വരെ ഉള്ളൂ. അങ്ങനെ നമ്മൾ അഫ്ഷാനയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അഫ്ഷാനയോട് ചോദിക്കാം എന്താണ് പരിപാടി എന്നൊക്കെ. ആഷ്നയുണ്ട്, സുമിയുണ്ട്. അഫ്ഷാന എന്താ പരിപാടി? പാലുകാച്ചാണോ? ആണോ? അതെ, ഞങ്ങൾ വരും. അഭിജിത്തും അനന്തവും വീടിൻ്റെ അകത്ത് കയറി ഇരുന്നു. അല്ല, ഈ വീടിന് മൊത്തത്തിൽ എത്ര രൂപയായി? ഒരു ബഡ്ജറ്റ് പറ. 35 ആയി. ഓ, റിച്ചടേ. ബാക്കി വിശദമായിട്ട് നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. ആ വീട്ടിൽ നമ്മൾ ഇരുന്ന് എന്തൊക്കെയോ സൊറ പറഞ്ഞുകൊണ്ടേയിരുന്നു. വളരെ രസകരമായിട്ടുള്ള കുറേ നിമിഷങ്ങളാണ് പിന്നീട് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴേക്കും ആ ഷീസയുമായിട്ട് വന്നു. എനിക്ക് ഉറട്ടി മതി. മണിക്കുള്ള ഫുഡ് കഴിച്ചു. ഇനി 5:30 ഫുഡ് കഴിക്കാം. ഇപ്പൊ സമയം 5 മണി. നമ്മള് 4:30 ഫുഡ് 5:30 ബുക്കുന്നത്തേക്ക് പോവേണ്ട. നന്ദു വെയിറ്റിംഗ്, ആനപ്പാറ. നന്ദു കുളിച്ചിട്ട് വന്നിരിക്കണം. അനന്തഗോപൻ ഗിഫ്റ്റ് ആയിട്ട് 3ാമത്തെ സ്ഥലത്ത് പോകാൻ പോവുകയാണ്. നെക്സ്റ്റ് പ്ലേസ് വീണ്ടും പഴയ ടീം കൂടെ. നന്ദു ആണ് ഇപ്പൊ എക്സ്ട്രാ നമുക്ക് കയറിയിരിക്കുന്നത്.
അങ്ങനെ ഏരിയ നമ്പർ 3 കഴിഞ്ഞിരിക്കുന്നു. ഇനി നെക്സ്റ്റ് ഫൈനൽ ഗോകുൽ ജോഷിന്റെ ഗോകുൽ സണ്ണിയുടെ വീട്ടിലേക്കുള്ള റിസപ്ഷനിലേക്കുള്ള യാത്ര. അങ്ങനെ നമ്മുടെ അവസാന പരിപാടിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഗാഗോയിലാണ് എത്തിയിരിക്കുന്നത്. ഇതാണ് ശ്രവ്യ. നമ്മുടെ ഓട്ടോമോട്ടീവ് കേരള എന്ന പേരിൽ ഒരു ഇൻസ്റ്റ ഉണ്ട് തമിഴ്നാട്ടിലും. പിന്നെ ശ്രവ്യ കിച്ചു വേറെ ശ്രവ്യ പേരിൽ ഒരു ഇൻസ്റ്റ അക്കൗണ്ട് ഉണ്ട്. ആ ഇൻസ്റ്റ അക്കൗണ്ട് ഭയങ്കര റീച്ചാണ്. അടുത്ത അമലാഷാജിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ശ്രവ്യക്ക എന്നാണ് ഇപ്പൊ തമിഴന്മാർ വിളിക്കുന്നത്. അപർണ പരിപാടികളെല്ലാം കഴിഞ്ഞു. അവസാനത്തിൽ അഭിജിത്ത് പരാജയപ്പെട്ടു. പിന്നെ നന്ദു 3 പങ്കെടുത്തു. 4 അനന്ത് ഗോപനും ഗോകുൽ ജോഷും. നീ വേസ്റ്റാക്കി. ഞാനുണ്ട്. ഞാൻ ഈ കാക്കിക്കുള്ളിലെ കലാകാരൻ. ഇതിന്റെ എല്ലാം പുറകിൽ ഞാനാണ്. മുന്നിൽ വരില്ല, എല്ലാം പുറകിൽ നിന്ന് നയിക്കും. അതാണ് ഞാൻ. അപ്പോൾ